ഇത് ആരെങ്കിലും ഒരു അതോറിറ്റി ഒരു ഉത്തരം പറഞ്ഞേ. ഉത്തരവാദിത്തം നിന്ന് ഒളിച്ചോടരുത്. ഇവിടെ ഉത്തരവാദിത്തം നിന്ന് ഒളിച്ചോടുകയാണ്. അടി തൊട്ട് മേൽ വരെ ആ ബിൽഡിംഗ് 2 ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ് ഞങ്ങളിപ്പോൾ കണ്ടപ്പോൾ അടി തൊട്ട് മേൽ വരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം, അവിടുത്തെ ജനലുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം, വേസ്റ്റ് കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം, ടോയ്ലറ്റുകൾ തകർന്നിരിക്കുന്ന സാഹചര്യം. എങ്ങനെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകും? ഒരു കുറ്റിയില്ലാത്ത ബാത്റൂം, അത് ആഡംബരമാണെന്നാണ് പറയുന്നത്. കുറ്റി ആഡംബരമാണെന്നാണ് പറയുന്നത്. എന്ത് പറയാൻ? അപ്പം ഇവിടുത്തെ സാധാരണക്കാരൻ ചികിത്സ തേടുന്ന മെഡിക്കൽ കോളേജിൻ്റെ സാഹചര്യം നമ്മൾ കണ്ടു. 12-ാം വാർഡിൽ അവിടുത്തെ ബാത്റൂം ഇടിഞ്ഞു വീഴാനിരിക്കുന്നു. 18-ാം വാർഡിൽ അതേ സാഹചര്യം. ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് അല്ലെ താമസിക്കുന്ന സ്ഥലത്ത് മുഴുവൻ സാധനങ്ങളും തകർന്നിരിക്കുന്ന മട്ടിൽ നിൽക്കുന്നു. ഇവരെ സർക്കാർ സംരക്ഷിച്ചില്ല, പിന്നെ ആര് സംരക്ഷിക്കും? ഇവിടെ നാളെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ആരും മറുപടി പറയും? അതുകൊണ്ട് ഇവരെ സർക്കാർ ചെലവിൽ തന്നെ സംരക്ഷിക്കണം. ഇവിടെ എന്താണ് ഫർദർ വേണ്ടതെന്ന് സർക്കാർ ആലോചിക്കണം. ഇവരെ സംരക്ഷിക്കാതെ മുന്നോട്ട് പോകാനാവത്തില്ല. പിന്നെ ഇവിടെ നമ്മൾ ആരും ഒന്നും പറഞ്ഞില്ല എന്ന് പിന്നെ പറയരുത്. തീർച്ചയായിട്ടും അപകടാവസ്ഥയിൽ തന്നെയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് സർക്കാർ എന്ത് വേണം? സർക്കാർ ഇതിൻ്റെ ഫിറ്റ്നസ് അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ടതാണ്. സർക്കാർ സ്വന്തം ചെലവിൽ തന്നെ കുട്ടികളെ സംരക്ഷിക്കും. അത് അവർ വന്നപ്പോൾ തന്നെ സൂചിപ്പിച്ചല്ലോ, ഈ റോഡിൻ്റെ കാര്യത്തിൽ. റോഡ് 5 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? അതുപോലെ തന്നെ അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഹോസ്റ്റലിൻ്റെ അവസ്ഥ കണ്ടില്ലേ? പുതിയൊരു ബിൽഡിംഗ് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ആ ബിൽഡിംഗ് വരുന്നവരെ ഇവരെന്ത് ചെയ്യും? ഇവരെ സർക്കാർ ഇതിൻ്റെ പേര് പുറത്തുവിടാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് സംബന്ധിക്കുന്ന പ്രശ്നമില്ല. സർക്കാരിൻ്റെ ചെലവിൽ താമസിപ്പിക്കേണ്ടി വരും. ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്, ഈ നാടിൻ്റെ വിദ്യാർത്ഥികളാണ്, സാധാരണക്കാരൻ്റെ മക്കളാണെന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷേ സർക്കാരിൻ്റെ ചെലവിൽ താമസിപ്പിക്കേണ്ടി വരും. അല്ല, അതിലേക്ക് ഞാൻ ഇപ്പം അതിൻ്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് പറയട്ടെ, അതിൻ്റെ ഫിറ്റ്നസ് ഇവാലുവേറ്റ് ചെയ്ത് സർക്കാർ പറയട്ടെ. സർക്കാർ പറഞ്ഞ് അതിന് വേറെ വ്യവസ്ഥിതി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അവരെ മാറ്റാൻ പാടുള്ളൂ. വ്യവസ്ഥിതിയില്ലാതെ വഴിയിൽ ഇറക്കി വിടാൻ പറ്റത്തില്ല. ഒരു കാര്യം, ഇപ്പോൾ ഫിറ്റ്നസിൻ്റെ കാര്യം പറഞ്ഞു. ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് കെട്ടിടം പണിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് അറിയുന്നില്ല, ആർപ്പുകര പഞ്ചായത്ത് അറിയുന്നതേ ഇല്ല, അവരോട് ആരും പെർമിഷൻ ചോദിക്കാറില്ല. അപ്പോൾ പിന്നെ പഞ്ചായത്തിനകത്ത് എത്രമാത്രം ഉത്തരവാദിത്തമില്ല. അതൊരു വലിയ ഗുരുതരമായ വീഴ്ചയല്ലേ? അല്ല, അത് സർക്കാർ ഇടപെട്ട് പരിഹരിക്കേണ്ട കാര്യമാണ്. സർക്കാർ അതിന് ഉത്തരം പറയണം. അവസാനം ഒരു സംഭവം എങ്ങാനും ഉണ്ടായതിനു ശേഷം ആരും കാണിച്ചില്ല എന്ന് പിന്നെ പറയരുത്. അതാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം. സർക്കാരിൻ്റെ മുന്നിൽ ഇനി ബോള് സർക്കാരിൻ്റെ കോർട്ടിൽ, ഇനി തീരുമാനം സർക്കാർ എടുക്കണം. ഈ വിദ്യാർത്ഥികളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരെ മാറ്റി താമസിപ്പിക്കുകയാണെങ്കിൽ മാറ്റി താമസിപ്പിച്ച് എന്താണോ മറു സംവിധാനം, ആ സംവിധാനം ഒരുക്കിയിട്ട് മാത്രമേ സർക്കാരിന് ജനങ്ങളെ നേരിടുവാൻ സാധിക്കത്തുള്ളൂ. അതാണ് സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത്.